നാല് കൂട്ടുകാർ. ഒരു വലിയ കാട്ടിൽ ഒരു തടാകമുണ്ടായിരുന്നു. അതിൻ്റെ തീരത്ത് 4 സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. അതിലൊരാൾ ഒരു ചെറിയ എലിയായിരുന്നു. അതിന് നീളമുള്ള വാലും നല്ല തിളക്കമുള്ള കണ്ണുകളും ഉണ്ടായിരുന്നു. അത് തടാകത്തിന് സമീപമുള്ള മാളത്തിലാണ് താമസിച്ചിരുന്നത്. അതിൽ രണ്ടാമത്തെയാൾ ഒരു കാക്കയായിരുന്നു, ഒരു കറുത്ത മുത്ത്. അവൻ സമീപത്തുള്ള ആൽമരത്തിലാണ് താമസിച്ചിരുന്നത്. മൂന്നാമത്തെയാൾ ഒരു ആമയാണ്. അവൻ്റെ വീട് തടാകത്തിലായിരുന്നു. അവിടെ സ്വർഗമായിരുന്നു. നാലാമത്തെയാൾ ഒരു മാനായിരുന്നു. അവന് നല്ല വലിയ കണ്ണുകളുണ്ടായിരുന്നു. അവൻ്റെ തിളക്കമുള്ള ദേഹത്ത് നിറയെ വെള്ളപ്പുള്ളികളുമുണ്ടായിരുന്നു. അങ്ങനെ ആ 4 കൂട്ടുകാരും സന്തോഷത്തോടെ ജീവിച്ചു. യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ അവർ ദിവസങ്ങൾ തള്ളി നീക്കി. ഒരു ദിവസം വൈകിട്ട് തടാകത്തിനടുത്ത് കാക്കയും എലിയും ആമയും നാലാമത്തെ ആളായ മാനിനെ കാത്തിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞു, പക്ഷേ മാൻ വന്നില്ല. എലി പേടിയോടെ പറഞ്ഞു, എന്താ നമ്മുടെ കൂട്ടുകാരന് സംഭവിച്ചത്? എന്തെങ്കിലും അപകടം പറ്റിയിരിക്കുവോ? ഇത്രയും സമയമായിട്ടും അവനെ കാണുന്നില്ലല്ലോ. എനിക്ക് പേടിയാവുന്നു. എനിക്കും അങ്ങനെ തോന്നുന്നു. അവൻ ഏതെങ്കിലും വേടന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുമോ? അയ്യോ, അങ്ങനെയെങ്കിൽ വേടൻ അവനെ കൊല്ലും. അതിനു മുമ്പ് അവനെ രക്ഷപ്പെടുത്തണം. നമ്മുടെ കൂട്ടുകാരനെ അന്വേഷിക്കണം, തീർച്ചയായും. കാക്കേ, നീ ഒന്ന് അവനെ പോയി നോക്കുമോ? അവൻ എവിടെയാണ് ഉള്ളതെന്ന് ഏറെക്കുറെ അറിയാമല്ലോ. സമയം കളയണ്ട. ശരി ആമച്ചാരെ, ഞാൻ താമസിക്കുന്നില്ല. ഇപ്പോൾ തന്നെ പോയി നോക്കാം. ഇതും പറഞ്ഞ് കാക്ക മാനിനെ അന്വേഷിച്ച് പറന്നുപോയി. അവൻ കാടിന്റെ ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കുവാൻ തുടങ്ങി. അവൻ താഴേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, മാനേ, കൂട്ടുകാരാ, മാനേ, നീ എവിടെയാണ്? കുറച്ചു സമയത്തിന് ശേഷം അവനൊരു ദയനീയമായ ശബ്ദം കേട്ടു. അത് മാനിന്റെ ശബ്ദമായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എത്ര നേരമായി ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. കാക്ക മരങ്ങൾക്കിടയിലൂടെ താഴെ വന്ന് നോക്കിയപ്പോൾ കണ്ടത് മാൻ ഒരു വലയിൽ അകപ്പെട്ടിരിക്കുന്നതാണ്. കാക്ക ദുഃഖിതനായി പറഞ്ഞു, അയ്യോ, നീ വേടന്റെ വലയിൽ പെട്ടുവോ? ഇനിയിപ്പോ എന്തു ചെയ്യും? പേടിക്കാതിരിക്കൂ. നിന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ നമ്മുടെ കൂട്ടുകാരെ ഇപ്പോൾ തന്നെ വിളിച്ചുകൊണ്ടുവരാം. കാക്കയെ കണ്ടപ്പോൾ മാനിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ പറഞ്ഞു, കാക്ക വേഗം പറന്നു പൊങ്ങി തടാകക്കരയിൽ തിരിച്ചെത്തി. അവനെ കണ്ട ഉടനെ എലിയും ആമയും ഒരുമിച്ച് ചോദിച്ചു, എന്താ കൂട്ടുകാരെ, എന്തായി? നമ്മുടെ മാനിനെ കണ്ടോ? കണ്ടു കൂട്ടുകാരെ, ഞാൻ അവനെ കണ്ടു. പക്ഷേ അവനിപ്പോൾ വലിയൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. കാക്ക മാനിനെ അന്വേഷിച്ച് നടന്നതും വലയിലകപ്പെട്ട മാനിനെ കണ്ടതിനെക്കുറിച്ചുമെല്ലാം പറഞ്ഞു. ആമ പെട്ടെന്ന് തന്നെ ഒരു സൂത്രം കണ്ടുപിടിച്ച് ഇങ്ങനെ പറഞ്ഞു, പേടിക്കണ്ട എന്റെ കാക്കച്ചാരെ, നമ്മുടെ കൂട്ടുകാരൻ എലിയില്ലേ നമുക്കൊപ്പം. അവൻ വല കടിച്ചു മുറിച്ച് മാനിനെ രക്ഷപ്പെടുത്തിക്കൊള്ളും. ശരിയാ, എനിക്ക് വല കടിച്ചു മുറിക്കാൻ പറ്റും. പക്ഷേ ഞാൻ മാനിന്റെ അടുത്ത് എങ്ങനെ എത്തും? അത് എളുപ്പമുള്ള കാര്യമാണ്. ഞാനൊരു കാര്യം ചെയ്യാം. നിന്നെ എന്റെ പുറത്തിരുത്തി മാനിന്റെ അടുത്തെത്തിക്കാം. വരൂ. ശരി എന്നും പറഞ്ഞ് എലി കാക്കയുടെ പുറത്തിരുന്നു. എലിയെ പുറത്തിരുത്തി കാക്ക പറന്ന് മാനിന്റെ അടുത്തെത്തി. അവിടെ എത്തിയതും എലി കാക്കയുടെ പുറത്തു നിന്നും ചാടിയിറങ്ങി തൻ്റെ മൂർച്ചയുള്ള പല്ലുകൊണ്ട് വല കരണ്ട് മുറിക്കുവാൻ തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവൻ മാനിനെ മോചിപ്പിച്ചു. മാൻ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്നു. അപ്പോഴേക്കും അവരുടെ കൂട്ടുകാരനായ ആമ ഇഴഞ്ഞിഴഞ്ഞ് അവിടെ എത്തി. ആമയെ കണ്ടപ്പോൾ 3 കൂട്ടുകാരും സന്തോഷത്തോടെ പറഞ്ഞു, വളരെ നന്നായി. എന്തായാലും ഇവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലേ? 3 കൂട്ടുകാരും ഒരുമിച്ച് അതീവ സന്തോഷത്തോടെ മാനിനെ മോചിപ്പിച്ച കാര്യം ആമയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോ വരുന്ന ശബ്ദം കേട്ടു. അവർ 4 പേരും നിശബ്ദരായി. ദൂരെ നിന്ന് വേടൻ വരുന്നത് അവർ കണ്ടു. വേടനെ കണ്ട കാക്ക പേടിച്ച് അടുത്തുള്ള വലിയ മരത്തിലേക്ക് പോയി. എലി വേഗം ചെടികൾക്കിടയിൽ ഒളിച്ചു. മാനാണെങ്കിൽ അതിവേഗം കാട്ടിനുള്ളിലേക്ക് ഓടി. പാവം ആമ എന്തു ചെയ്യുവാൻ? അത് മെല്ലെ മെല്ലെ അടുത്തുള്ള ചെടിക്കൂട്ടം ലക്ഷ്യമാക്കി ഇഴഞ്ഞു. അവിടെ എത്തിയ വേടൻ ഈ പൊട്ടിയ വല കണ്ട് അത്ഭുതത്തോടെ ഇങ്ങനെ പറഞ്ഞു, എന്താണിത്? വലയിൽ കുടുങ്ങിയ മാൻ രക്ഷപ്പെട്ടിരിക്കുന്നുവല്ലോ. അയാൾ ചുറ്റുപാടും നോക്കി. അപ്പോൾ അയാളുടെ കണ്ണ് ചെടിക്കൂട്ടൻ ലക്ഷ്യമാക്കി ഇഴഞ്ഞു നീങ്ങുന്ന ആമയിൽ പതിഞ്ഞു. അയാൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ആഹാ, ഇന്നേതായാലും ഒന്നും കിട്ടിയില്ല. ആമയെങ്കിൽ ആമ, ഇതിനെ എടുക്കാം. ഇന്നത്തെ ഭക്ഷണം ആമയിറച്ചിയാക്കാം.
വേടൻ എഴഞ്ഞു നീങ്ങുന്ന ആമയെ പിടിച്ച് തന്റെ സഞ്ചിയിലിട്ട് വീട്ടിലേക്ക് നടന്നു. മരത്തിന് മുകളിലിരുന്ന കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ സങ്കടത്തോടെ മറ്റു കൂട്ടുകാരെ വിളിച്ചു. മാനേ, എലി, വേഗം വരൂ, നമ്മുടെ സുഹൃത്ത് ആമ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, വേഗം വരൂ. എലിയും മാനും വേഗം കാക്കയുടെ സമീപത്തെത്തി. കാക്ക അവരോട് വേടൻ ആമയെ പിടിച്ച് സഞ്ചിയിലിട്ട് കൊണ്ടുപോയ കാര്യം വളരെ ദുഃഖത്തോടെ പറഞ്ഞു. അപ്പോൾ കാക്ക പറഞ്ഞു, എങ്ങനെ നമ്മൾ ആമയെ രക്ഷിക്കും? ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, പെട്ടെന്നൊരു ഉപായം പറയൂ. വേടൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് നമുക്ക് ആമയെ രക്ഷിക്കണം, അല്ലെങ്കിൽ ആമയെ അയാൾ കൊല്ലും. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനേ വേടൻ പോകുന്ന വഴിയിലെ പുല്ല് തിന്നുന്നത് പോലെ നിൽക്കാം. എന്നെ കണ്ടാൽ വേടൻ സഞ്ചി താഴെ ഇട്ടിട്ട് എന്റെ പിന്നാലെ വരും. എന്തായാലും അയാൾക്ക് എന്നെ കിട്ടിയില്ലല്ലോ, അതിന്റെ വാശി എന്തായാലും അയാൾക്കുണ്ടാവും. അയാൾ എന്റെ പിറകെ വരുന്ന സമയത്ത് എലി സഞ്ചി കയറിയിട്ട് ആമയെ രക്ഷിക്കണം. നീ വളരെ ശ്രദ്ധിക്കണം. ആ വേടൻ വീണ്ടും നിന്നെ പിടികൂടിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പേടിക്കണ്ട കാക്കച്ചാരെ, ഞാൻ നല്ല വേഗത്തിൽ ഓടിക്കോളാം. അയാൾക്ക് എന്നെ കാണാൻ പോലും സാധിക്കില്ല. പോരെ. അങ്ങനെ മാൻ വേടന്റെ വഴിയിൽ പോയി നിന്നു. വേടന്റെ വഴിയിൽ പുല്ല് നിന്നുകൊണ്ടിരിക്കുന്ന മാനിനെ കണ്ടപ്പോൾ അതീവ സന്തോഷത്തോടെ വേടൻ ഇങ്ങനെ പറഞ്ഞു, ഹായ് മാൻ, എന്ത് തടിച്ചു കൊഴുത്ത മാനാണിത്. അയാൾ സഞ്ചി നിലത്തിട്ട് മാനിനെ പിടിക്കാൻ അതിന്റെ പിന്നാലെ ഓടി. ആ സമയം എലി വേഗം ആ സ്ഥലത്തെത്തി സഞ്ചി കരണ്ട് മുറിക്കുവാൻ തുടങ്ങി. കുറച്ചു സമയം കൊണ്ട് തന്നെ ആമ സ്വതന്ത്രനായി. അവൻ വേഗത്തിൽ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഓടി ഒളിച്ചു. മറുവശത്ത് മാൻ വേടനെ കാണാൻ പോലും സാധിക്കാത്ത അത്ര ദൂരത്തേക്ക് ഓടിമറഞ്ഞു. വേടൻ വെറും കൈയോടെ തിരിച്ചു വന്നു. അവൻ വിചാരിച്ചു, മാൻ പോയെങ്കിൽ എന്ത്, എന്റെ കയ്യിൽ നല്ല തടിച്ചു കൊഴുത്തൊരു ആമയല്ലേ ഉള്ളത്. ഇന്നത്തെ ഭക്ഷണത്തിനായി ഇവനുണ്ടല്ലോ, പിന്നെ എന്താ പേടി. പക്ഷേ ആ സഞ്ചി വെച്ച സ്ഥലത്തെത്തി സഞ്ചി എടുത്തപ്പോൾ അതിലൊന്നുമില്ലായിരുന്നു. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അവൻ പറഞ്ഞു, ഇന്നെനിക്ക് ഭാഗ്യമില്ലാത്ത ദിവസമാണ്, ഇന്ന് വിശന്നിരിക്കാനാണ് എൻ്റെ വിധി. കാക്കയും മാനും എലിയും ആമയും ഒളിച്ചു നിന്ന് വേടനെ നോക്കി. ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം, നല്ല കൂട്ടുകാർ ഏത് പ്രതിസന്ധിയിലും നമ്മോടൊപ്പം ഉണ്ടാവും എന്നതാണ്.